നമസ്തേ. ഭഗവത്ഗീതയിലെ 15-ാം അധ്യായമായ പുരുഷോത്തമ യോഗയിലെ 13-ാമത്തെ ശ്ലോകം. ഗാമാവിശ്യ ച ഭൂതാനി ധാരയാമ്യഹമോജസാ പുഷ്ണാമി ചൗഷധി സർവാഃ സോമോ ഭൂത്വാ രസാത്മകഃ. ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത്, ഞാൻ ഓരോ ഗ്രഹത്തിലും ഉൾപൂകി അവയെ എൻ്റെ ശക്തി കൊണ്ട് ഭ്രമണപഥത്തിൽ നിലനിർത്തുന്നു. ഞാൻ തന്നെ ചന്ദ്രനായിത്തീർന്ന് സസ്യങ്ങൾക്ക് ജീവരസം പകരുന്നു. ഇതിൻ്റെ ഭാവാർത്ഥം എന്തെന്നാൽ, സർവ്വഗ്രഹങ്ങളും വായുമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഈശ്വരൻ്റെ ശക്തിയാലാണ്. ഓരോ ഗ്രഹങ്ങളിലും ഓരോ ജീവനിലും ഓരോ അണുവിലും ഈശ്വര സാന്നിധ്യമുണ്ട്. നമ്മുടെ ജീവാത്മാവ് ഈ ശരീരത്തിനുള്ളിൽ ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ശരീരം വെള്ളത്തിനു മീതെ പൊങ്ങിക്കിടക്കാൻ കഴിയുന്നത്. എന്നാൽ എപ്പോൾ ആ ജീവാത്മാവ് നമ്മുടെ ശരീരം വിട്ട് പുറത്തു പോകുന്നു, ആ നിമിഷം നമ്മുടെ ശരീരം വെള്ളത്തിൽ മുങ്ങിപ്പോകും. എന്നാൽ ജീർണിച്ചു കഴിഞ്ഞാലോ വൈക്കോൽ തുറുപോലെ അത് പൊങ്ങിക്കിടക്കും. അതുപോലെ ഓരോ ഗ്രഹത്തെയും അതിൻ്റെ സ്ഥാനത്ത് നിലനിർത്തുന്നത് ഈശ്വര ശക്തി അതിൽ അന്തർഭവിച്ചിട്ടുള്ളതുകൊണ്ടാണ്. ഒരാൾ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്ന മണ്ണ് താഴെ വീഴുവാൻ സാധിക്കുകയില്ലല്ലോ. എന്നാൽ അത് കാറ്റത്തെറിയുമ്പോൾ ചിന്നിച്ചിതറി പോകുന്നു. അതുപോലെ എല്ലാ ഗ്രഹങ്ങളും ഭഗവാന്റെ മുഷ്ടിക്കകത്താണ്. സൂര്യൻ പ്രകാശിക്കുന്നതും ഗ്രഹഗോളങ്ങൾ ചലിക്കുന്നതും ഭഗവാന്റെ കൃപയാലാണെന്ന് വേദസൂക്തങ്ങളും പറയുന്നുണ്ട്. ചെടികൾക്ക് ചന്ദ്രനിലൂടെ പോഷണം കിട്ടുന്നതും ഭഗവാനാലാണ്. നിലാവില്ലാതെ ചെടികൾക്ക് വളരുവാനോ സ്വാദിഷ്ടമാകാനോ സാധ്യമല്ല. അങ്ങനെ ഭഗവാൻ നമുക്ക് തയ്യാറാക്കി തരുന്ന വിഭവങ്ങൾ കൊണ്ടാണ് മനുഷ്യവർഗം സുഖമായി ജീവിക്കുന്നതും ഭക്ഷിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ഭഗവാന്റെ സഹായമില്ലാതെ നമുക്ക് ജീവിക്കാനാകില്ല. ഭഗവാന്റെ തേജസ്സിനാൽ ഇവിടെ എല്ലാം ആസ്വാദ്യമായി തീരുന്നു. ഹരി ഓം.